ലോകത്ത് വിറപ്പിച്ച് ധീരരായ ഭരണാധികാരികളായ അഡോൾഫ് ഹിറ്റ്ലർ, നെപ്പോളിയൻ ബോണപ്പാർട്ട്, അലക്സാണ്ടർ ദി ഗ്രേറ്റ്, ചെങ്കിസ് ഖാൻ, ബെനിറ്റോ മുസോളിനി സൈന്യങ്ങളെ കമാൻഡ് ചെയ്തും ഭൂഖണ്ഡങ്ങൾ കീഴടക്കിയും മരണത്തെപ്പോലും ഭയമില്ലാതെ ജീവിച്ചവർ. പക്ഷേ ഇവർക്കെല്ലാവർക്കും ഒരാളെ ഭയമായിരുന്നു. പല കാലഘട്ടങ്ങളിൽ ജീവിച്ച ഇവരെ എല്ലാവരെയും ഒരുപോലെ പേടിപ്പിച്ച ആ കൊമ്പൻ മീശക്കാരൻ ആരായിരുന്നു? അതെ, ലോകത്തെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ പോലെ ഈ മഹാന്മാരെയും വിറപ്പിച്ച് നമ്മുടെ വീട്ടുമുറ്റത്ത് കാണുന്ന ഒരു സാധുജീവിയായിരുന്നു പൂച്ച. ലോകം ഭയത്തോടെ നോക്കിക്കണ്ടിരുന്ന ഈ ചക്രവർത്തിമാർക്കെല്ലാം പൂച്ചകളെ പേടിയായിരുന്നു. ഈ ഭയത്തിന്റെ പേരാണ് ഐലറോഫോബിയ. ഇത് വെറുമൊരു പേടിയല്ല, ശരീരത്തെ തളർത്തുന്ന, യുക്തിയെ ഇല്ലാതാക്കുന്ന ഈ അവസ്ഥ എന്താണ്? ഈ ഭയം ഒരു കെട്ടുകഥയല്ല. ചരിത്രപരമായ രേഖകൾ അനുസരിച്ച് റോമ സാമ്രാജ്യത്തിന്റെ അതിശക്തനായ ഭരണാധികാരി ജൂലിയസ് സീസർക്ക് പൂച്ചകളെ കാണുമ്പോൾ വിറയൽ വരുമായിരുന്നു. ഫ്രഞ്ച് സാമ്രാജ്യത്തിന്റെ അധിപതി നെപ്പോളിയൻ ബോണപ്പാർട്ട് പൂച്ചകളെ കണ്ടാൽ വാളെടുത്ത് ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയപ്പെടുന്നത്. പേടി അതിന്റെ ഉച്ചസ്ഥായിലെത്തുമ്പോൾ യുദ്ധക്കളത്തിൽ ധീരനായിരുന്ന അദ്ദേഹത്തിന് പോലും നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു. മറ്റു പ്രമുഖരായ മുസോളിനിക്കും അഡോൾഫ് ഹിറ്റ്ലറിനും പൂച്ചപ്പേടി ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ലോകത്തെ വിറപ്പിച്ചവർ ഒരു ചെറിയ ജീവിയുടെ മുമ്പിൽ തളർന്നു പോയെങ്കിൽ ഈ ഭയം ഒരാളിൽ ചെലുത്തുന്ന സ്വാധീനം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഭയം അനുഭവിക്കുന്നവരുടെ ശാരീരിക പ്രതികരണങ്ങൾ ഒരു യുദ്ധസമാനമാണ്. ഹൃദയമിടിപ്പ് ഒരു പെരുമ്പറ കൊട്ടുന്നത് പോലെ ഉയർന്നു, ശ്വാസം നിലച്ചു പോകുന്നു, ശരീരം ഓടി രക്ഷപ്പെടാൻ വെമ്പുന്നു. ഇത് വെറുമൊരു ഭയമല്ല, അതൊരു ശാരീരിക അടിയന്തരാവസ്ഥയാണ്. പൂച്ചയുടെ വെറുമൊരു നിഴൽ കണ്ടാൽ പോലും ഈ അവസ്ഥ ഉണ്ടായേക്കാം. ഈ ഭയം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? പലപ്പോഴും ഓർമ്മകളിലെവിടെയോ മറഞ്ഞിരിക്കുന്ന ഒരു പൂച്ചയുടെ അപ്രതീക്ഷിത ആക്രമണമാകാം. പൂച്ചയുടെ തിളങ്ങുന്ന കണ്ണുകൾ, അപ്രതീക്ഷിത തലങ്ങൾ, ഇവയെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു നിഗൂഢതയുടെ ഒരു പ്രതീകമായി മാറുന്നു. അത് ചിലരിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന ഉത്കണ്ഠ വളർത്തുന്നു. യുക്തി അവിടെ പരാജയപ്പെടുന്നു. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഈ ഭയത്തെ നമുക്ക് മറികടക്കാൻ കഴിയും. നിങ്ങളുടെ മനസ്സിന്റെ ശക്തി പൂച്ചയേക്കാൾ വലുതാണ്. തെറാപ്പികളിലൂടെയും ശാസ്ത്രീയമായ പരിശീലനത്തിലൂടെയും ഈ ഭയത്തിന്റെ വേരറക്കാൻ നമുക്ക് സാധിക്കും. കാരണം വികാരങ്ങൾ നമ്മുടെ അടിമകളാണ്, യജമാനന്മാരല്ല. അവസാനമായി ഒരപേക്ഷ. ഈ അവസ്ഥ അനുഭവിക്കുന്ന ആരെയും പരിഹസിക്കരുത്, അവരെ വീരുക്കളായി മുദ്രകുത്തരുത്. ലോകം കീഴടക്കിയവരെ പോലും തളർത്തിയ ഒരു യഥാർത്ഥ മാനസികാവസ്ഥയാണിത്. ഈ അവസ്ഥയെ സഹാനുഭൂതിയോടെ തിരിച്ചറിയുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം.